ഹായ് എവരിവൺ. മോട്ടിവേഷൻ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് തന്നെ മടി മാറ്റി വെച്ച് ഞാൻ ലോങ് വീഡിയോ ആക്കിയിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക്. ക്ലാസ് വണ്ടാനത്തായതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ നേഴ്സുമാരെ മുട്ടിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഒരു ഗ്യാപ്പ് കൊടുത്താൽ അതുങ്ങളെ ക്ലാസ് ഒരു ക്ലിനിക് ആക്കി വരെ മാറ്റും. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒറ്റ മൈൻഡിൽ ചെറുപ്പിന് പോയത് കാണാം. ലേറ്റായി വന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നിച്ച് കൺകുളിർക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ പോയ ടൈമിൽ വലിയ തിരക്കും ഇല്ലായിരുന്നു. നമ്മുടെ ബഹളം കാരണം എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. സ്വന്തമായി സെലിബ്രിറ്റികൾ എന്ന് പറയപ്പെടുന്നവരൊക്കെ അവരെ തിരിച്ചറിഞ്ഞാണ് ആൾക്കാരെ നോക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. എല്ലാവരും ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരായതുകൊണ്ടാണോ എന്നറിയില്ല, ബഹളത്തിനൊക്കെ ഒരു ഈണം ഉണ്ടായിരുന്നു. എപ്പോഴേലും താളം തെറ്റിയാൽ മനസ്സിലാക്കാം ആർക്കേലും എന്തേലും കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെയുള്ള ബഹളം ആ കടക്കാരനെ ചുറ്റിപ്പറ്റിയിട്ടാവും. പിന്നെ ആ കടക്കാരനെ കൊണ്ട് തൊല്ലകളൊന്ന് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് വരെ അവിടെ നിൽക്കും. ഈ പറയുന്നതിലൊക്കെ എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. കൂടെയുള്ള 2 ഡോക്ടർമാര് വലിയ അലമ്പിനൊന്നും വരില്ല. അതിനും കൂടെ ഞങ്ങൾക്ക് വേറെ 2 ഉണ്ട്. ഞങ്ങളുടെ കൂടെ കൂടിയാൽ അതുങ്ങൾ ഡോക്ടറാണെന്ന് വരെ മറന്നുപോകും. എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കവും ലുട്ടാപ്പിയുടെ കൊമ്പും ഒക്കെയാ അവർക്കിഷ്ടം. ഞങ്ങൾ പടക്കം വാങ്ങി പൊട്ടിക്കുന്നത് കണ്ട് കടയ്ക്ക് ചുറ്റും ആൾക്കാരുമായി പടക്കക്കാരൻ ചേട്ടന് ഫാൻസുമായി. പിന്നെ കുറച്ച് കച്ചവടവും കിട്ടി. ഞങ്ങളുടെ ഒരു ഉത്സാഹം കണ്ടിട്ട് ആ ചേട്ടൻ വെറൈറ്റി സാധനങ്ങളൊക്കെ എടുത്ത് തരാനും തുടങ്ങി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണ്ടേ? എറിഞ്ഞോട്ടിക്ക് നല്ലത് ഒരെണ്ണത് അവർക്ക് കൊടുത്ത് ഇതൊന്ന് ഇച്ചിരി അവർക്ക് കൊടുത്ത് പൊട്ടിക്ക്. നല്ലതായിട്ട് അറിയണം, ഫോഴ്സ്ഫുള്ളി. വലിച്ചു ഇനി അവിടെ നിന്നാ ചിലപ്പോ അയാള് ആറ്റം ബോംബ് വരെ എടുത്തു തരും. അങ്ങനെ ആയപ്പോ ഞങ്ങൾ പോയ സ്ഥലം വിട്ടു. ആദ്യം തന്നെ കാർണിവലിൽ കയറാൻ പേടിയായതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. അത്രയും നേരം കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ അവിടെ വെച്ച് കാണാതായി. പിന്നെ ഒന്ന് തപ്പിയെടുത്ത് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് കിച്ചു വരുന്നത്. അവൻ വന്നാൽ പിന്നെ ആ ഏരിയയിലുള്ളവർ മാത്രമല്ല, ആ ചെറുപ്പിന് വന്ന എല്ലാവരും നമ്മളെ നോക്കിയിട്ടേ പോകത്തുള്ളൂ. അതുകൂട്ടാണ് ഓരോന്ന് കാട്ടിക്കൊണ്ടുന്നത്. ഇത് ഷീബ ചേച്ചി, കിച്ചുവിന്റെ അമ്മയാ. പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഇടി കിട്ടിയേക്കും. കണ്ണുകൊണ്ട് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്ന ഞാനിപ്പോൾ ക്യാമറ കൂടിയാണ് എല്ലാം കാണുന്നത്. യൂട്യൂബ് ചാനൽ വളർന്നു കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ക്യാമറമാനെ വെക്കണമെന്നാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഇപ്പം വന്ന മാറ്റത്തിൽ ഉടനെ ഒരു മോചനം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ ബൈ.